ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിയൻസ് ടൈപ്പ്, ഏതൊക്കെ തരം ഓഡിയൻസ് ഉണ്ടെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫേസ്ബുക്കിൻ്റെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം, ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ വേറെ ഇതേപോലെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇത് ഓഡിയൻസിൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓഡിയൻസിൻ്റെ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓഡിയൻസിൻ്റെ ഓപ്ഷൻ ഓപ്പണായി. ഓഡിയൻസിൻ്റെ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ക്രിയേറ്റ് ഓഡിയൻസിൻ്റെ ഓപ്ഷനിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഈ 3 ഓപ്ഷൻസ് വരും. ഫസ്റ്റ് കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ്, മൂന്നാമത്തത് സേവ് ഓഡിയൻസ്. ഈ ഓപ്ഷനിൽ ഇതിൽ സേവ് ഓഡിയൻസിൽ നമുക്ക് ഓഡിയൻസ് എങ്ങനെ സേവ് ചെയ്യാം, നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മൾ ഓഡിയൻസിനെ സേവ് ചെയ്യാമെന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അവിടെ ചെയ്തൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുത്തു. അവയർനെസ് ഒബ്ജക്റ്റീവായിട്ട് അവയർനെസ് ക്യാമ്പയിൻ ഞാൻ എടുത്തു. അവയർനെസ് ക്യാമ്പയിൻ ഞാൻ എടുത്തു. അതിൽ ഞാൻ അതിൽ ഞാൻ ആഡ് സെറ്റ് ലെവലിൽ ചെന്നിട്ട് 3 ലെവലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പയിൻ ലെവൽ, ആഡ് സെറ്റ് ലെവൽ, അതിൽ ആഡ് സെറ്റ് ലെവലിൽ ചെന്ന് ബാക്കിയൊന്നും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. ഇതിൽ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസിൽ ഇത് ക്ലിക്ക് ചെയ്ത് യൂസ് ഒറിജിനൽ ഓഡിയൻസ് എടുക്കുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഏതാണ് നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുക. നമ്മൾ ഈ ഓപ്ഷനിൽ, അതായത് ഓഡിയൻസിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ലൊക്കേഷനൊക്കെ ചൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ട്രിവാൻഡ്രമാണ്. ഞാൻ ട്രിവാൻഡ്രം ചൂസ് ചെയ്തു. ട്രിവാൻഡ്രം സിറ്റി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 61,000 മുതൽ 22,000 വരെയുള്ള ഓഡിയൻസ് എനിക്കുണ്ട് ട്രിവാൻഡ്രത്ത്. അത് വിടും, ഓഡിയൻസ് വിടും. അതിൽ ഏജ് ഞാൻ ചൂസ് ചെയ്തു. ഒരു 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളാണ് ഞാൻ ഓഡിയൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓൾ ജെൻഡേഴ്സ് കൊടുത്തു. അതിൽ ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഡീറ്റെയിൽ ടാർഗറ്റിങ് ചെന്നിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു ആഡായിരുന്നു. അതായത് ജിം ഷൂസിൻ്റെ ഒരു ആഡാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഓഡിയൻസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫിറ്റ്നസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് ഞങ്ങളുടെ ഫിറ്റ്നസ് ഒന്ന് ആദ്യം ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഓഡിയൻസിനെ ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സജസ്റ്റ് ചെന്നിട്ട് ഞാൻ ജസ്റ്റ് കുറേ ഓഡിയൻസിനെ ഞാൻ ചൂസ് ചെയ്ത് വെയ്റ്റ് ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ, റണ്ണിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ ചൂസ് ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ സെല്ല് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബോഡി ബിൽഡിങ്, സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ, ജോഗിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ ഞാൻ ചൂസ് ചെയ്തു. റണ്ണിങ് ക്ലബിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെ ചൂസ് ചെയ്തു. ഞാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ചൂസ് ചെയ്തോളൂ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരണതേ ഉള്ളൂ. എങ്ങനെ നമുക്ക് സേവ്ഡ് ഓഡിയൻസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അത് എന്നിട്ട് ഞാൻ ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്യണം. മലയാളം മൾട്ടിപ്പിൾ ലാംഗ്വേജ് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നാണ് നല്ലത്. മലയാളവും ഇംഗ്ലീഷും ഞാൻ ചൂസ് ചെയ്യുകയാണ്. മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഞാൻ ചൂസ് ചെയ്തു. ഇതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കണ്ട സേവ് ദിസ് ഓഡിയൻസ്. വൺസ് ഞാൻ ഈ ഓഡിയൻസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു പേര് ഇങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് പേരാണ് ഈ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ഇത് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് സേവ് ആവും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു സെയിം ക്യാമ്പയിൻ നമ്മൾ വീണ്ടും റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യിക്കാം. ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വരുന്ന വീഡിയോ നമ്മൾ പറയുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ഓഡിയൻസിനെ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വേറെ ക്യാമ്പയിൻ ചെയ്യിക്കാം, പിന്നെ ഇതിനെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതിനെ എഡിറ്റ് ചെയ്ത് എങ്ങനെ സേവ് ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട്. ജസ്റ്റ് ഇത് ഇപ്പോൾ ഓഡിയൻസ് ഓൾറെഡി ഇത് സേവ് ആയിട്ടുണ്ട്. ഈ ഓഡിയൻസ് നമുക്ക് ഓൾറെഡി സേവ് ആയി. ഇങ്ങനെ മാനുവലി നേരത്തെ ചെയ്ത പോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഇതിൽ സേവ് ഓഡിയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വൺസ് ഞാൻ ഇപ്പോൾ ഷൂസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, അതായത് ജിമ്മിനൊക്കെ പോകാനും ബോഡി ബിൽഡിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ വൺസ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ ചൂസ് ചെയ്തു. കാരണം ഞാൻ ജിമ്മിൽ ക്യാമ്പയിൻ ലെവലിൽ ചെന്നിട്ട് ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ ഒരു ആളായിരിക്കും, ആ ഒരു ക്യാമ്പയിനിൽ ഞാൻ ആളായിരിക്കും. അപ്പോൾ കസ്റ്റം ഓഡിയൻസ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്. ഓക്കെ, എൻ്റെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് അവരുണ്ട്. അപ്പോൾ ഈ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെന്ന് വെക്കുക. അതായത് ഈ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ചിലപ്പോൾ ഈ കസ്റ്റം അവർ ചെയ്യുന്ന ഡീറ്റെയിൽ ടാർഗറ്റിൻ്റെ അകത്ത് വരണമെന്നില്ല. അപ്പോൾ അവരെയും കൂടെ ആഡ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലുക്ക് ലൈക്ക് ഓഡിയൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ 50% ഓഫർ, ചിലപ്പോൾ ഞാൻ ഈ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്, ഇപ്പോൾ റണ്ണിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾ, എൻഗേജ്മെൻറ്റ് ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിലായിട്ട് എന്ത് ഡിസ്കൗണ്ട് കണ്ടാലും ഉടനെ വാങ്ങിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. അവർ ചിലപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അകത്ത് കാണണമെന്നില്ല. നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസും കൂടെ ചൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരെയും കൂടെ ആഡ് റൺ ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ആഡ് റൺ ചെയ്ത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കംപ്ലീറ്റ് ഇൻ ഡെപ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞു തന്നത് സേവ്ഡ് ഓഡിയൻസിന് എങ്ങനെ സേവ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ഈ സേവ് ചെയ്ത ഓഡിയൻസിന് നമുക്ക് എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാമെന്നും കൂടെ ജസ്റ്റ് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഈ ജസ്റ്റ് ഒന്ന് ക്യാമ്പയിൻ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു വീണ്ടും ഒരു പുതിയതായിട്ടൊരു ക്യാമ്പയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വൺസ് ഒരു ക്യാമ്പയിൻ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, വൺസ് നമ്മളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ ഇവിടെ ചെന്നിട്ട്, അതായത് ആഡ് സെറ്റ് ലെവൽ കണ്ട ആഡ് സെറ്റ് ലെവലിൽ ചെന്നിട്ട് നമുക്ക് ഈ സേവ് ചെയ്ത് വയ്ക്കുന്ന ഓഡിയൻസിനെ നമുക്ക് പിന്നെയും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ ഓഡിയൻസിൻ്റെ അവിടെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഷൂസിൻ്റെ ഒരു ആഡ് ചെയ്ത സമയത്ത്, സ്പോർട്സ് ഷൂവിൻ്റെ ആഡ് ചെയ്ത സമയത്ത് ഞാൻ ഓഡിയൻസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത ഓഡിയൻസിനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരെ നമുക്ക് ആഡ് റൺ ചെയ്യിക്കണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പിന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഓഡിയൻസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ നമുക്ക് ഒന്നും കൂടി ഒരു ആഡ് റൺ ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വേറൊരു പ്രോഡക്റ്റ് വന്നു, ഇവർ നമുക്ക് ഒന്നും കൂടി ആഡ് കാണിക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്ത് വരുന്നത് കസ്റ്റം ഓഡിയൻസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻ ഡെപ്റ്റ് ഡീറ്റെയിൽസ്, നമുക്ക് എങ്ങനെ പിക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വേർഡ്പ്രസ്സിൽ എങ്ങനെ പിക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്ത പിക്സൽ എനേബിൾ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. പിന്നെ കസ്റ്റം ഓഡിയൻസ് ലിസ്റ്റ്, നമ്മളതിൽ കുറേ കസ്റ്റം ഓഡിയൻസിൻ്റെ കസ്റ്റമർ ലിസ്റ്റ് ഉണ്ട്, അവരെങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഇല്ലാത്ത ഒരാളാണ് നമ്മളിപ്പോൾ ഇന്ന് വിചാരിച്ചോ. ഓക്കെ, വെബ്സൈറ്റ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ ആഡ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്കിൽ ഇപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കിനെ കാണിച്ചു തരാം. ഓക്കെ, ഫേസ്ബുക്ക് എടുത്തു. ഓക്കെ, ഞാൻ എൻ്റെ പ്രൊഫൈൽ എടുക്കാം. പേജിൽ ചിലപ്പോൾ വന്നില്ലെങ്കിലോ, എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ എടുക്കുക. ഓക്കെ, ഞാൻ പ്രൊഫൈൽ എടുത്തു. ഇപ്പം പ്രൊഫൈൽ എടുക്കുമ്പോൾ ഇതൊരു സ്പോൺസേർഡ് ആണാണ്. ഇതൊരു സ്പോൺസേർഡ് ആണാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഓക്കെ, ഇത് അറൗണ്ട് ഒരു 45 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. സൗണ്ട് കുറച്ചിടാം. ഓക്കെ, or you've been in the agency game for years and you want to grow even more, this course will help you understand the ins and outs of agents. ഞാൻ കണ്ടു. ഓക്കെ, ഈ 10 സെക്കൻഡ് മാത്രം വീഡിയോ കണ്ട ആളുകൾ എങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു 75% കണ്ടിട്ടുള്ള ആളുകൾ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം, ഞാൻ ഇൻ ഡെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ലീഡ് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലീഡ് ഫോം വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡ് ഫോം നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതിനെ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം. അതായത്
ഇപ്പോൾ വൺസ് നമ്മൾ ലീഡ് ഫോം ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പൂരിപ്പിച്ചെന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ എന്നിട്ട് അവർ സബ്മിറ്റ് ചെയ്തില്ല, അവരെ എങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാമെന്ന് ഇൻഡെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. നമ്മളെ പേജിൽ വ്യൂവേഴ്സ് വരുന്നുണ്ട്, അവരെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുന്നവരെ, പേജ് നമ്മൾ ബിസിനസ് അക്കൗണ്ട് വിസിറ്റ് ചെയ്യുന്നവരെ, വീഡിയോസ് കാണുന്നവരെ നമുക്ക് എങ്ങനെ, നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഷൂസാ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് സെല് ചെയ്യുന്ന ഒരു ഷോപ്പ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് സ്ക്രോൾ ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ടാവാം, അവരെ നമുക്ക് എങ്ങനെ റീമാർക്കറ്റ് ചെയ്യാമെന്ന് ഇൻഡെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ ഭയങ്കര ലെന്തി ആയി പോയതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഷോർട്ടാക്കി ചെയ്യുന്നത്. ഇതിൽ ഞാൻ കസ്റ്റം ഓഡിയൻസ്, ഈ സേവ്ഡ് ഓഡിയൻസ് എന്താണെന്ന് ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെ എപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ മുടക്കി, മിനിമം ഒരു 100 രൂപ മുടക്കി ആഡ് റൺ ചെയ്യിക്കുന്നവരായാലും നമ്മൾ ഈ ഓഡിയൻസ് സേവ് ചെയ്ത് തന്നെ പോവാൻ നോക്കുക. ഓക്കെ, ഈ ഓഡിയൻസ് സേവ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കസ്റ്റം ഓഡിയൻസും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം.